അപ്പോൾ നമ്മൾ ഇനി 128-ാമത്തെ പേജിലേക്കാണ് പോകുന്നത്. പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നുള്ള പാഠഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗർഭകാല കൗൺസിലിംഗ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പാഠഭാഗത്തേക്ക് പോകുന്നു. The government ensures the service of community health officers to ensure the physical and mental health of pregnant women. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നൻറ്റ് വുമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന്, എൻഷുവർ ചെയ്യുന്നതിന് ഗവൺമെൻറ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരുടെ സഹായം സർക്കാർ ഉറപ്പു നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗവൺമെൻറ് എൻഷുവേഴ്സ് ദ സർവീസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ്. ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നു എന്തിൻ്റെ സഹായം? ആര് സർവീസ് എന്ന് വെച്ചാൽ സഹായം ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സിൻ്റെ. ടു എൻഷുവർ ദ ഫിസിക്കൽ, ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെയാണ്? ഫിസിക്കൽ ശാരീരികവും അതുപോലെ തന്നെ മെൻ്റൽ മാനസികവുമായിട്ടുള്ള ആരോഗ്യം. ആരുടെയാണ്? ഹെൽത്ത് ഓഫ് പ്രഗ്നൻറ്റ് വുമൺ, ആരോഗ്യവും അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടേത്. ഓക്കെ. കൗൺസിലിംഗ് system of government can be used to get necessary guidelines to identify health issues during pregnancy at an early stage and solve them accordingly. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അത് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അവ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒരു ഗർഭിണിക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ആവശ്യമായ പരിഹാരമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന കൗൺസിലിംഗ് സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൗൺസിലിംഗ് സിസ്റ്റം ഓഫ് ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ കൗൺസിലിംഗ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ്, ഉപയോഗിക്കാം എന്ന് സാധിക്കും. ടു ഗെറ്റ് നെസസറി ഗൈഡ് ലൈൻസ്, ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ടു ഐഡൻറ്റിഫൈ ഹെൽത്ത് ഇഷ്യൂസ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്തും. അറ്റ് ആൻ ഏർലി സ്റ്റേജ്, അതുപോലെ തന്നെ വളരെ ഗർഭകാലത്തിൻ്റെ വളരെ നേരത്തെ തന്നെയും. ആൻഡ് സോൾവ് ദം അക്കോർഡിംഗ്ലി, അവയ്ക്ക് അനുസൃതമായിട്ട് അവയെ സോൾവ് ചെയ്യുന്നതിനുമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ. പ്രഗ്നൻസി കൗൺസിലിംഗ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് പ്രോപ്പർ ഗൈഡൻസ് ഓൺ ദ ഡയറ്റ് ടു ഫോളോ ഡ്യൂറിങ് ദ പ്രഗ്നൻസി. ഓക്കെ. പ്രഗ്നൻസി കൗൺസിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭകാലത്തെ ഭക്ഷണക്രമ, ആരോഗ്യപരമായ ഗാർഹിക അന്തരീക്ഷം, കുടുംബാസൂത്രം, മുലയൂട്ടൽ തുടങ്ങിയവയുടെ എല്ലാ പ്രാധാന്യങ്ങളിൽ കാര്യമായ മാർഗനിർദ്ദേശം നൽകാൻ എന്ത് ചെയ്യുന്നു? ഗർഭകാല കൗൺസിലിങ്ങിന് സഹായിക്കുന്നു. അപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ പ്രഗ്നൻസി കൗൺസിലിംഗ് ഹെൽപ്സ്, പ്രഗ്നൻസി കൗൺസിൽ സഹായിക്കുന്നു ഇൻ ഗെറ്റിംഗ് പ്രോപ്പർ ഗൈഡൻസ്, ശരിയായ രീതിയിലുള്ള ഗൈഡൻസ് അന്ന് നമുക്ക് നൽകുന്നു. എന്താണ്? ശരിയായ രീതിയിലുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം. ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാർഗനിർദ്ദേശം. ഓൺ ദ ഡയറ്റ് ടു ബി ഫോളോഡ്, ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ചെയ്യേണ്ടത് എപ്പോൾ? ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. ഹെൽത്തി ഹോം എൻവയോൺമെൻറ്റ്, കുടുംബത്തിലെ ആരോഗ്യ എങ്ങനെയായിരിക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതെല്ലാം കുടുംബത്തിൽ എല്ലാ ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബത്തിലെ അന്തരീക്ഷം, ഒരു ഗർഭിണിക്ക് വേണ്ടുന്നതായിട്ടുള്ള ആരോഗ്യകരമായ ആ അന്തരീക്ഷം ഏതാണ് എന്ന് സഹായിക്കുന്നു. ഹെൽത്തി ഹോം സർവീസ് ഓഫ് ഫാമിലി ഹെൽത്ത്. ഓക്കെ. അതുപോലെ തന്നെ ഹെൽത്തി ഹോം സർവീസ് അല്ലെങ്കിൽ ഹോം എൻവയോൺമെൻറ്റ്, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണവും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ തന്നെ ഏതാണ്? മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം എന്തു ചെയ്യുന്നു? പ്രഗ്നൻസി കൗൺസിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ സഹായിക്കുന്നു. ദ സർവീസ് ഓഫ് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്. ഓക്കെ. അതായത് ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? ഏതെല്ലാം രീതിയിലാണ് ഗവൺമെൻറ് നമുക്ക് സഹായം നൽകുന്നതെന്നാണ്. ദ സർവീസ് ഓഫ് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്, അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് നമ്മളെ എന്ത് ചെയ്യുന്നു? കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളവരാണ് നമ്മളെ സഹായിക്കുന്നത്, പ്രത്യേകമായിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഫീൽഡ് സ്റ്റാഫ്, അതായത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അവിടെ ജോലി ചെയ്യുന്നവർ നമ്മളെ സഹായിക്കുന്നു. JPHN, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സസ്, അവരും നമ്മളെ, ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നു. ആശാ വർക്കേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആശാ വർക്കേഴ്സ് ഗർഭിണിയായ സ്ത്രീകളുള്ള വീട്ടിൽ വന്ന് അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ MLSP, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നവരും വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതാണ്? പബ്ലിക് ഹെൽത്ത് നേഴ്സസ്, അതായത് പബ്ലിക് ഹെൽത്ത് നേഴ്സസിൻ്റെ സഹായവും കിട്ടും. അംഗനവാടി സ്റ്റാഫ് ക്യാൻ ബി അവൈൽഡ് ഇൻ
ആൻറ്റിനാറ്റൽ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ആരാണ്? ഗർഭകാല ആരോഗ്യ പരിചരണത്തിന് അംഗനവാടിയിലുള്ള സ്ത്രീകൾ, അംഗനവാടിയിൽ ജോലി ചെയ്യുന്നവരും ഗർഭിണികളെ സഹായിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം അല്ലെങ്കിൽ പാർച്യുറേഷൻ, അതായത് പ്രസവത്തെക്കുറിച്ചാണ്. ഈ പ്രസവത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസവത്തിൻ്റെ 2 പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചറിലേക്ക് അല്ലെങ്കിൽ ആ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ 2 കാര്യങ്ങളെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് സെർവിക്സ് എന്നും രണ്ടാമത്തേത് വജീന എന്നുമാണ് നമ്മളവിടെ കാണപ്പെടുന്നത്. നിങ്ങൾ ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആദ്യം തന്നെ എന്താണ് സെർവിക്സ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സെർവിക്സ് എന്ന് പറയുന്നത് ഒരു മസ്കുലർ ടണൽ ലൈക്ക് ഓർഗനാണ്. അതായത് സെർവിക്സ് എന്ന് പറയുന്നത് ഒരു ടണൽ പോലെ, ഒരു കുഴൽ പോലെ മസിലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ആന്തരിക അവയവമാണ്. ഇറ്റ് ഈസ് ലോവർ പാർട്ട് ഓഫ് യൂട്രസ്, അതായത് ഇത് യൂട്രസിൻ്റെ ഏറ്റവും കീഴെയുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ വൂമ്പിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. ഇറ്റ് കണക്ട്സ് യൂട്രസ് ആൻഡ് വജീന. ഇതെന്ത് ചെയ്യുന്നത്? യോനി നാളി, വജീനയെയും യൂട്രസിനെയും ഗർഭപാത്രത്തെയും ഇത് പരസ്പരം ബന്ധിക്കുന്നു. സംടൈംസ് സെർവിക്സ് ഈസ് കോൾഡ് ദ നെക്ക് ഓഫ് ദ യൂട്രസ്. ചില സമയത്ത് ഈ സെർവിക്സിനെ നെക്ക്, യൂട്രസിൻ്റെ കഴുത്ത് എന്നും വിളിക്കാറുണ്ട്. സെർവിക്സിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? സെർവിക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അലാവിങ് ഫ്ലൂയിഡ് ടു പാസ് ബിറ്റ്വീൻ യൂട്രസ് ആൻഡ് വജീന. അപ്പം അവിടെ എന്താണ് സെർവിക്സ് എന്താണ് ചെയ്യുന്നത്? യൂട്രസും വജീനയിലേക്കും യൂട്രസിലേക്കും വജീനയിൽ കൂടിയും യൂട്രസിൽ നിന്ന് വജീനയിലൂടെയും പുറത്തേക്ക് പോകുവാനും അകത്തേക്ക് പോകുവാനും, എന്തിനു വേണ്ടി? ഫ്ലൂയിഡുകൾ പുറത്തേക്ക് പോകുവാനും അകത്തേക്ക് പോകുവാനുമായിട്ട് സഹായിക്കുന്നു. ഏതെല്ലാം ഫ്ലൂയിഡാണ് സാധാരണ വരുന്നതെന്ന് നമുക്കറിയാം. ഒന്ന് സ്പേം അല്ലെങ്കിൽ പുരുഷബീജം, രണ്ടാമത്തേതാണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ്. അപ്പം മെൻസ്ട്രൽ ഫ്ലൂയിഡ് യൂട്രസിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? പുറത്തേക്ക് പോകുന്നു. എങ്ങോട്ട്? യോനി നാളിയിലൂടെ, അതായത് വജീനയിലൂടെ. അതുപോലെ തന്നെ സ്പേം യോനി നാളിയിലൂടെ അകത്തേക്ക് പോകുന്നു. എവിടേക്ക്? യൂട്രസിലേക്ക് പോകുന്നു. ഓക്കെ, ഈ 2 ഫ്ലൂയിഡുകളുടെ പോക്കിന് സഹായിക്കുന്നു. ന്യൂ ബോൺ കംസ് ഫ്രം യൂട്രസ് ടു സെർവിക്സ് ടു വജീന ടു ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അപ്പം അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ യൂട്രസിൽ നിന്നും ആദ്യം തന്നെ എവിടേക്ക് വരുന്നു? സെർവിക്സിലേക്ക് വരുന്നു. സെർവിക്സിൽ നിന്നും അവൻ എവിടേക്ക് വരുന്നു? വജീനയിലേക്ക് വരുന്നു. വജീനയിൽ നിന്നും അവൻ ആ അമ്മയുടെ അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇനി രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന പിക്ചറിൽ തന്നിരിക്കുന്ന ഭാഗം ഏതാണ്? വജീന എന്നുള്ള ഭാഗമാണ്. വാട്ട് ഈസ് വജീന? വജീന ഏതാണ്? വജീന ഈസ് എ മസ്കുലർ കനാൽ. മജീല എന്ന് പറയുന്ന ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കനാൽ തന്നെയാണ്. ദാറ്റ് കണക്ട് ദ സെർവിക്സ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. അതെന്താണ് ചെയ്യുന്നത്? സെർവിക്സിനെ ശരീരത്തിൻ്റെ പുറം ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദ ഫംഗ്ഷൻ ഓഫ് വജീന ഈസ് ടു അലൗ മെൻസ്ട്രേഷൻ. വജീനയുടെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം എന്താണ്? അത് മെൻസ്ട്രേഷനെ സഹായിക്കുന്നു. മെൻസ്ട്രേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇനി അറിയില്ലാത്തവർ പ്രീവിയസ് ലെസണിൽ ഞാനത് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ വജീന സഹായിക്കുന്ന ഇൻ്റർകോഴ്സ് ആൻഡ് ചൈൽഡ് ബർത്ത്, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്തും വജീന സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ എനേബിൾ സെക്സ്വൽ പ്ലഷർ. അതുപോലെ തന്നെ വജീന എന്ത് ചെയ്യുന്നു? ലൈംഗിക സംതൃപ്തി നൽകുന്നു. അതുപോലെ തന്നെ അവസാനമായിട്ട് ന്യൂ ബോൺ കംസ് ഫ്രം ദ യൂട്രസ് ടു സെർവിക്സ് ടു വജീന. അതായത് ഒരു പുതിയ കുഞ്ഞ് അല്ലെങ്കിൽ ന്യൂ ബോൺ, അതായത് പുതുതായിട്ട് ജനിക്കുന്ന കുഞ്ഞ് യൂട്രസിൽ നിന്നും സെർവിക്സിൽ വന്ന് സെർവിക്സിൽ നിന്നും വജീനയിലൂടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു അപ്പോൾ ആ പിക്ചർ ഇലിസ്ട്രേഷൻ 5.6 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പാച്ചുറേഷൻ എന്നുള്ള ഭാഗം നമ്മൾ ഒന്നോടെ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ പാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ പ്രോസസ്, പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെ ഗർഭാവസ്ഥയുടെ അവസാന ഭാഗമാണ് ഏത്? ഈ പറയുന്ന പാച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. പ്രഗ്നൻസി ആൻഡ് ബിഗിനിങ് ഓഫ് ദ ന്യൂ ലൈഫ് ഔട്ട്സൈഡ് ദ വൂംബ്. അതുപോലെ തന്നെ എന്താണ്? ഗർഭാശയത്തിന് പുറത്തേക്ക് വന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് തുടങ്ങുന്നതിൻ്റെ ആരംഭവുമാണ്. അനലൈസ് ഇലിസ്ട്രേഷൻ 5.6 ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഗെയിൻ മോർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ തന്നിരിക്കുന്ന ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പ്രസവം എങ്ങനെ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക്, അതായത് ആ ബോക്സിൽ തന്നിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. നോർമൽ ഡെലിവറി ഈസ് ദ പ്രോസസ് ഓഫ് expelling the fetus through the vagina following strong contractions of the uterine walls. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോർമൽ ഡെലിവറി, അതായത്
സാധാരണ പ്രസവം. അപ്പോൾ പ്രസവത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ സാധാരണ പ്രസവം എന്ന് പറയാം, അല്ലെങ്കിൽ സിസേറിയൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? സാധാരണ പ്രസവത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ പ്രസവം നടക്കുന്നത് എങ്ങനെയാണ്? നോർമൽ ഡെലിവറി പ്രോസസ് ഈസ് എക്സ്പെല്ലിംഗ് ഓഫ് ദ ഫീച്ചേഴ്സ് ത്രൂ ദ വജീന. അതായത് സാധാരണയായിട്ട് പ്രസവം നടക്കുന്നത് എങ്ങനെയാണ്? ഈ വജീനയിലൂടെ എന്തു ചെയ്യുന്നു? ഗർഭാശയത്തിൽ നിന്നും സെർവിക്സിലൂടെ കുട്ടി പുറത്തു വന്ന് വജീനയിലൂടെ അമ്മയുടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ തല എങ്ങനെയാണത് ആദ്യം സംഭവിക്കുന്നത്? ആദ്യത്തെ പ്രസവത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആദ്യം മുകളിലേക്കായിരുന്ന കുഞ്ഞിൻ്റെ തല നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ പിക്ചറിലുണ്ട് കുഞ്ഞെങ്ങനെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ എന്ത് ചെയ്യുന്നു? കുഞ്ഞിൻ്റെ തല ഏത് ചെയ്യുന്നു? യോനി മുഖത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ആദ്യം കുഞ്ഞിൻ്റെ തല എന്ത് ചെയ്യുന്നു? യോനി മുഖത്തേക്ക് വരുന്നു. ഈ കുഞ്ഞിൻ്റെ തല യോനി മുഖത്തേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവിടെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് എന്ത് വരുന്നു? സങ്കോചം സംഭവിക്കുന്നു. അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് ഈ കുഞ്ഞിൻ്റെ തല യോനിമുഖമല്ല സെർവിക്സിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ സങ്കോചിക്കുന്നു. വെൻ ദ ബോയ്സ് ഹെഡ് ഈസ് പൊസിഷൻ ടു ഫേസ് ദ വജീനൽ ഓപ്പണിംഗ്, അതായത് എന്ത് ചെയ്യുന്നു? ഗർഭപാത്രത്തിൽ നിന്നും സെർവിക്സിൻ്റെ അവിടെ നിന്നും വജീനൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തേക്ക് കുഞ്ഞിൻ്റെ തല വന്നു കഴിയുമ്പോൾ എന്തു പറ്റും? ദ യൂട്രസ് കോൺട്രാക്ട്സ് ആൻഡ് ദ സെർവിക്സ് ഡിലേറ്റ്സ് ടു പുഷ് ദ ബോഡി ഔട്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുകയും അതുപോലെ തന്നെ സെർവിക്സ് എന്ത് ചെയ്യുന്നു? വികസിക്കുകയും ചെയ്യുന്നു. സെർവിക്സ് വികസിച്ച് യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ, സങ്കോചിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. കാരണം ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾ സങ്കോചിക്കുമ്പോൾ കുഞ്ഞിന് അകത്ത് നിൽക്കാൻ സാധിക്കാതെ കുഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഓക്കെ, ആ തള്ളപ്പെടുന്ന കുഞ്ഞ് സെർവിക്സിലൂടെ കടന്നു വന്ന് യോനിയിലൂടെ കടന്നു വന്ന് അല്ലെങ്കിൽ വജീനയിലൂടെ കടന്നു വന്ന് ശരീരത്തിൻ്റെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ബേബി പുഷസ് ദ ബേബി ഔട്ട്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സിസേറിയൻ ഈസ് ദ സർജിക്കൽ റിമൂവൽ ഓഫ് ദ ബോയ് വെൻ നോർമൽ ഡെലിവറി ഈസ് നോട്ട് പോസിബിൾ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രസവം എന്ന് പറയുന്നത് സിസേറിയനിലൂടെയാണ് നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ, അതായത് ഓപ്പറേഷനിലൂടെ ശസ്ത്രക്രിയയിലൂടെ എന്താണ് ചെയ്യുന്നത്? ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് സാധാരണയായിട്ട് ഈ സി സെക്ഷൻ സംഭവിക്കാറുള്ളത് എന്നറിയാവോ? സർജിക്കൽ റിമൂവൽ ഓഫ് ദ പോസ്റ്റ് ഓർ ഇഫ് ദർ ഈസ് എ റിസ്ക് ടു ഹെൽത്ത് ഓഫ് ദ മദർ ഓർ ദ ബേബി. അതായത് അമ്മയുടെ ആരോഗ്യത്തിനോ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനോ ഒരു അപകടകരമായ അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? സാധാരണ പ്രസവം സാധ്യമല്ലാതെ വരികയും സിസേറിയനിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. പ്രസവിക്കുകയല്ല ചെയ്യുന്നത്, കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും.